Hi friends, Oppo K1 എന്ന ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫോൺ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന 6-ാം തീയതി വരാൻ പോവാണ്. ആ വരുന്ന ടൈമിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണോ എന്ന് ഓൺ പേപ്പർ നോക്കി നമ്മളൊന്ന് വിലയിരുത്താൻ പോവാണ്. അപ്പോൾ നല്ലൊരു ഫോണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംതിങ് സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് ഈ ഫോൺ വരുന്നത്. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? ഡിസൈൻ സൈഡിൽ നമുക്ക് 6.45 ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ആ നോച്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. OLED ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനോടെയാണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ സൈഡ് നല്ല സ്ട്രോങ് ആയ സ്റ്റൈലിഷ് ആയ ഡിസൈനാണ്. ആ ഡിസ്പ്ലേയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വെച്ചിരിക്കുന്നു. അപ്പം നല്ല ഡിസൈനും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി സ്ട്രോങ് ആയ ഒരു ഡിസൈൻ സൈഡ്, സ്റ്റൈലായ ഒരു ഡിസൈൻ സൈഡ്. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 660. ഈ ഫോണിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു സംഭവം വരണമെങ്കിൽ 18,000 രൂപ താഴെ തന്നെ ആയിരിക്കണം പ്രൈസ്. കാരണം സ്നാപ്ഡ്രാഗൺ 660 വെച്ചുകൊണ്ട് ധാരാളം ഫോണുകൾ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രോസസർ ഇതിനകത്തുണ്ട്. ഒപ്പം തന്നെ 4 GB റാം ഉണ്ട്, 6 GB റാം ഉണ്ട്. രണ്ട് വേരിയന്റിനും 64 GB സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. ഒപ്പം ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിം ഇടാം, മെമ്മറി കാർഡ് ഇടാം, അങ്ങനെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും വരും. ഇതിന്റെ ക്ലോക്ക് സ്പീഡ് 1.95 ആണ്. സോ ഇപ്പോൾ അണ്ടർ ക്ലോക്ക്ഡ് ആണ് എന്ന് കരുതിയതും പെർഫോമൻസിന് കാര്യമായിട്ട് ബാധിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. Zenfone Max Pro M2 എന്ന ഫോൺ ഇതുപോലെ സ്വല്പം അണ്ടർ ക്ലോക്ക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം ബാറ്ററി സ്വല്പം സേവ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആണെന്നുള്ളത് കൊണ്ടാണ്. പെർഫോമൻസിൽ യാതൊരു കാര്യമായ ഇഷ്യൂസും ഇതിനകത്ത് കാണില്ല. അപ്പം നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫോണിനുണ്ട്. ക്യാമറയിലേക്ക് വന്നാൽ 25 MP സെൽഫി ക്യാമറയും റിയർ സൈഡിൽ 16+2 MP റിയർ ക്യാമറയും ഉണ്ട്. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഇതിനകത്ത് കാണാം. ഓൺ പേപ്പർ ക്യാമറയെ കുറിച്ച് നമുക്ക് അധികം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഓപ്പോ ക്യാമറകൾ പൊതുവെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറകൾ തന്നെയാണ് നമുക്കറിയാം. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഈ ഫോണിനുണ്ട്. ബാറ്ററിയിലേക്ക് ഒരു 3600 mAh ആണ്. നല്ല ബാറ്ററി, തിരക്കില്ലാത്തൊരു ബാറ്ററി എന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. വോക്ക് ഫ്ലാഷ് ചാർജിങ്ങോ അല്ലെങ്കിൽ സൂപ്പർ വോക്ക് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും പറയുന്നില്ല. സാധാരണ 5V 2A ചാർജറാണെന്ന് തന്നെയാണ് അറിയുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലോഞ്ച് ഇന്ത്യൻ വേരിയന്റിന്റെ വല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. തൽക്കാലം അത് നോർമൽ ചാർജറായിട്ട് തന്നെയാണ് അറിയുന്നത്. അതും മൈക്രോ USB ചാർജർ തന്നെയാണ്, ടൈപ്പ് C പോർട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ടോട്ടലി ഓൺ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000-17,000 ഒക്കെ റേഞ്ചിൽ വരികയാണെങ്കിൽ ഈ ഫോൺ ഒരു നല്ല വാല്യൂ ഫോർ മണി ആയിരിക്കും. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വല്പം കൂടിയാലും പ്രശ്നമില്ല. പക്ഷേ അതിപ്പോൾ റിയർ സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് കൊടുക്കാൻ പാടില്ല. നോർമലി ബാക്കിയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിസൈനും Gorilla Glass 5 പ്രൊട്ടക്ഷനും OLED സ്ക്രീനും ഒക്കെ ആയിട്ട് നല്ല ഡിസൈനും സ്ട്രോങ്, നല്ല പെർഫോമൻസ്, അതേപോലെ തന്നെ നല്ല ക്യാമറ സെറ്റപ്പ്, നല്ല ബാറ്ററി ഒക്കെ ആയിട്ട് നല്ലൊരു ഫോണാണെന്ന് നമുക്ക് കാണാം. അതിന് പുറമെ എക്സ്ട്രാ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 18,000 രൂപ താഴെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വാല്യൂ ഫോർ മണി ആയ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് യഥാർത്ഥ വില എന്ന് പറയുന്നത് ഇപ്പം ചൈനയിൽ കൊടുക്കുന്നത് 16,000 സംതിങ്ങിനാണ്. ഈ ഒരു പ്രൈസ് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. കാരണം അവരുടെ പല പ്രൊഡക്റ്റുകളും അങ്ങനെ തന്നെയാണ്. A5 ഒക്കെ 13,000 സംതിങ്ങിന് കൊടുക്കുന്നത്. അത് ഇന്ത്യയിലും അതേപോലത്തെ ഒരു പ്രൈസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും അതേപോലെ തന്നെ ഒരു പ്രൈസിലായിരിക്കും വരിക. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി തന്നെയാണ്. 20,000 പറഞ്ഞതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നാപ്ഡ്രാഗൺ 660 അവിടെ അത്ര സ്ട്രോങ് ആയ ഒരു ഗ്രിപ്പുള്ള ഒരു പ്രോസസർ അല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ 10,000 രൂപയ്ക്ക് Redmi Note 7 വരുന്നുണ്ട്. കിടിലനായ പ്രോസസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടി ബെറ്റർ ആയ പ്രോസസിങ് സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ആ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇതിന്റെ പ്രഭാവം നഷ്ടപ്പെടും. അപ്പോൾ മൊത്തത്തിൽ നല്ല വാല്യൂ ഫോർ മണി ആയ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ Oppo K1 നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഫെബ്രുവരി 6-ാം തീയതിയാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ അന്നേ ദിവസം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യും. കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.